വടക്കൻ കേരളത്തിൽ കാസർഗോഡിലെ മുഗ്രാൽപുത്തൂർ എന്ന സ്ഥലത്തിലെ ഫക്രുദ്ദീൻ മുഹമ്മദ് എന്ന വ്യക്തി ഇപ്പോൾ മിക്ക സാമൂഹിക നവമാധ്യമങ്ങളിലും താരമാണ്. കേരളത്തിലെ മിക്ക പ്രധാന മാധ്യമ സാമൂഹിക ചാനലുകളും ഇന്ന് ഇദ്ദേഹത്തെ തേടി എത്തുകയാണ്. സ്വന്തമായി തുടങ്ങിവെച്ച ഒരു ഹോട്ടലാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഇദ്ദേഹം നടത്തുന്ന ഹോട്ടലിന്റെ പ്രത്യേകതയാണ് ഇതിനെല്ലാം കാരണം. ഇനി കാര്യങ്ങളിലേക്ക് വരാം. നമ്മളിൽ പലരും ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ കുറുമ, അൽഫാം, ചിക്കൻ വറുത്തത്, ചിക്കൻ ടിക്ക, ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നിങ്ങനെ പലർക്കും ആശ്ചര്യം തോന്നുന്ന പല പേരിലുള്ള വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഹെർബൽ ചിക്കൻ എന്ന വിഭവം എപ്പോഴെങ്കിലും നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ഫക്രുദ്ദീൻ മുഹമ്മദിന്റെ ഹെർബൽ ചിക്കൻ എന്ന ഹോട്ടലിലേക്ക് വരാം. ഇത് ഹെർബൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാം ഇപ്പൊ കിട്ടുന്നതെല്ലാം രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ചിക്കനാണ്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ നമ്മളിത് ഹെർബൽ ചിക്കനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ്, രാസപദാർത്ഥങ്ങളില്ലാണ്ട് എണ്ണ, നെയ്യ്, കളർ രാസപദാർത്ഥങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ ചുട്ടെടുക്കുന്നതാണ് പിന്നെ ഹെർബൽ ചിക്കൻ. പിന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം രാസപദാർത്ഥങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് ആവശ്യമില്ലാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വന്ന് കഴിക്കാം. പിന്നെ നമ്മുടെ അടുത്തൊരു ബിരിയാണി ഉണ്ട്, നല്ല ദമ്മ് ബിരിയാണി, മൺചട്ടിയിലുള്ള. ഹെർബൽ എന്ന പേര് പോലെ തന്നെ 33 തരം ഹെർബൽ കൂട്ടുകൊണ്ട് കളിമണ്ണിൽ ചുട്ട് എടുക്കുന്ന ഒരു വ്യത്യസ്തമായ ചിക്കൻ വിഭവമാണ് ഇത്. പാചകം ഒരു കലയാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഈ നാട്ടിൻപുറത്തുകാരൻ. മായങ്ങൾ അടങ്ങിയ മസാലക്കൂട്ടിനെയും കളറുകളെയും നെയ്യുകളെയും വ്യത്യസ്തമായ എണ്ണയുമെല്ലാം തന്റെ പാചകമുറിയിൽ നിന്നും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഹെർബൽ ചിക്കൻ. പേര് പോലെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കുന്ന വിദ്യ എന്നറിയുക. ചിക്കൻ നന്നായി കഴുകി എടുത്ത് സ്വന്തമായി ഉണ്ടാക്കിയ 33 ഹെർബൽ കൂട്ടുകൾ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ തേച്ച് വെക്കുന്നു. ശേഷം നന്നായി കഴുകി വാട്ടിയെടുത്ത വാഴ ഇലയിൽ നന്നായി പൊതിഞ്ഞു കെട്ടുന്നു. ശേഷം അതിന്മേൽ നന്നായി കുഴച്ചെടുത്ത കളിമണ്ണ് കൊണ്ട് ചുറ്റും മൂടി ഏകദേശം 2 മണിക്കൂറോളം പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നു. ഫക്രുദ്ദീൻ മുഹമ്മദിന്റെ നീണ്ടകാല പ്രവാസ ജീവിതം ഹോട്ടൽ ജീവനക്കാരനായും ഹോട്ടൽ ഉടമയായും ഉള്ളതായിരുന്നു. പൊടുന്നനെ എല്ലാ പ്രവാസികളെ പോലെ തന്റെ ബിസിനസ്സുകളെല്ലാം ചില കാരണങ്ങൾ കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയും അവസാനം നാട്ടിൽ മടങ്ങി എത്തേണ്ട സ്ഥിതിയുമായി. നാട്ടിൽ മടങ്ങി എത്തിയ ശേഷം എല്ലാ പ്രവാസികളെ പോലെ ഇദ്ദേഹത്തിന്റെ മുമ്പിലും ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇനി എന്ത്? കയ്യിലാണെങ്കിൽ ഹോട്ടൽ രംഗത്തുള്ള സ്വന്തമായുള്ള അനുഭവ സമ്പത്തും കൂടെ കൈപുണ്യവും മാത്രം. അങ്ങനെയാണ് നാട്ടിലും ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന ആശയം ഇദ്ദേഹത്തിന് ഉദിച്ചത്. നാട്ടിൽ അടുത്തടുത്തായി ഹോട്ടലുകൾ കുമിള പോലെ ഉള്ളപ്പോൾ ഒരു വെറൈറ്റി തെരഞ്ഞെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകും എന്ന ബിസിനസ് സ്ട്രാറ്റജി ഇദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ഹെർബൽ ചിക്കൻ എന്ന ആശയം ഉടലെടുക്കുന്നതും അദ്ദേഹം കാസർഗോഡ് ഈ ഹോട്ടൽ സ്ഥാപിക്കുന്നതും. ആദ്യം ഈ സംരംഭം അത്ര ക്ലച്ച് പിടിച്ചില്ലെങ്കിലും പിന്നീട് ഇത് ക്രമേണ ഹിറ്റാവുകയായിരുന്നു. ഇതാണ് ഹെർബൽ ചിക്കന്റെ പ്രത്യേകത. ഹെർബൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇദ്ദേഹം എണ്ണ എന്ന ഒരു വസ്തു കൂട്ടുന്നില്ല. അതുപോലെ മായം ചേർന്ന ചേരുവകളോ മസാലപ്പൊടികളോ നെയ്യോ കളറോ കൂട്ടുന്നില്ല. അതുകൊണ്ട് വിശ്വസിച്ച് ആർക്കും ഇത് കഴിക്കാം. ഇതെല്ലാം കൊണ്ടായിരിക്കണം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കേട്ടറിഞ്ഞു ഇത് കഴിക്കാൻ വരുന്നത്. ഇവിടുത്തെ ഭക്ഷണം എന്താ ഒരു വ്യത്യസ്തമായെന്ന് പറഞ്ഞ എന്താ ഇവിടുത്തെ ഒരു ചിക്കൻ വെറൈറ്റി ആണോ? ഹെർബൽ ചിക്കൻ മംഗളാപുരത്തിൽ ഫേമസ് ആയിരുന്നു. മംഗളാപുരത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി നല്ല. അത് കണ്ടിട്ട് 2ാമത്തെ പ്രാവശ്യം വന്നത്. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് അൽഹംദുലില്ലാ നല്ല വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെ കേറാതെ പോകത്തില്ല? എവിടെയെങ്കിലും ഫോണ് പറഞ്ഞ് വിസിറ്റിംഗ് ആക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്? ഇഷ്ടപ്പെട്ടല്ലേ? നിങ്ങളിത് അറിഞ്ഞു വന്നതാണോ ഇല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞു വന്നതാണോ? വേറെ ആള് പറഞ്ഞതാണോ?
ഇപ്പോൾ ഇത് വെറും ഹിറ്റല്ല, പകരം ബമ്പർ ഹിറ്റ് തന്നെയായി. ഇദ്ദേഹത്തിന്റെ രുചിക്കൂട്ട് ഭക്ഷണപ്രിയരായ കാസർഗോഡുകാർ മാത്രമല്ല, ഇപ്പോൾ ഇദ്ദേഹത്തെ തേടി ബോർഡർ കഴിഞ്ഞ് അങ്ങ് മംഗലാപുരത്തുകാർക്കും തെക്കേ കേരളത്തിൽ പോലും പ്രിയമാണ് ഇദ്ദേഹത്തിന്റെ ഹെർബൽ ചിക്കൻ. കൂടാതെ നാട്ടിൽ ഷൂട്ടിങ്ങിന് വരുന്നവർ പോലും ഇത് അന്വേഷിച്ചു വരുന്നു എന്നതാണ് വളരെ കൗതുകകരമായ വാർത്ത. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് നാഷണൽ ഹൈവേയിൽ കൂടി പോകുമ്പോൾ അണങ്കൂർ എന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കടയിൽ ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. ഏറെയും ഇദ്ദേഹത്തിന്റെ രുചി കേട്ടറിഞ്ഞു വന്നവർ. ഇപ്പോൾ ഇതിന്റെ ബ്രാഞ്ചുകൾ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് കാണണമെങ്കിൽ കൂടെ ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ബെല്ലൈക്കൺ അമർത്തണം എന്ന് ഞാൻ പറയുന്നുള്ളത്. കൂടാതെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഇതുപോലെയുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ വിവരണം ഷെയർ ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമായ വീഡിയോകൾ എന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ ഫേസ്ബുക്കിൽ പോയി ബെസ്റ്റ് ടിപ്സ് ബൈ ഹാഷിം എന്ന് അടിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ ഐ കം വിത്ത് എനി വീഡിയോ, ദിസ് ഹാഷിം തനഗ്രാം മുഹമ്മദ് സൈനിങ് ഓഫ്.